ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 24. നമ്മളിന്ന് നോക്കുന്നത് മണ്ഡലം 1 സൂക്തം 5 1 മുതൽ 10 വരെയുള്ള മന്ത്രങ്ങളാണ്. ഇതിലെ ദേവതയും ഇന്ദ്രനാണ്. വളരെയധികം എടുത്ത് ഇന്ദ്രനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഇന്ദ്രനെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനും അത് ആവർത്തിക്കുകയാണ്, കാരണം അത്രയും പ്രാധാന്യമുള്ളതുകൊണ്ടാണ്. നമുക്കറിയാം ചാർക്കോൾ, അതായത് കരി, കാർബണ് കത്തിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. കാർബൺ ഇവിടെയുണ്ട്. നമുക്ക് കാർബൺ, ചാർക്കോൾ, കരി എന്നെല്ലാം പറയുന്നു. അത് നമുക്ക് ഇവിടെ വെക്കാലോ. ഇവിടെ മേശപ്പുറത്തുണ്ട് എന്ന് വെച്ചോളൂ. അടുത്ത് തന്നെയുണ്ട് വായുവിൽ ഓക്സിജനും ഉണ്ട്. അതുകൊണ്ട് അത് തീപിടിക്കുന്നുണ്ടോ? തീപിടിക്കുന്നൊന്നുമില്ല. ഇപ്പം കെമിസ്ട്രി പറയുന്നത് കാർബൺ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആവുന്നു. പക്ഷേ രണ്ടും അടുത്തടുത്ത് വെച്ചാൽ തീ പിടിക്കുന്നില്ല. സയൻസ് പ്രകാരം കാർബൺ ഓക്സിജൻ കത്തിയാൽ ചേർന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുമെന്ന് വെച്ചതുകൊണ്ട് അത് കത്തണ്ടിക്കിൽ നമ്മളതിനെ കത്തിക്കണം. അത് അഗ്നി ഉപയോഗിക്കണം. അപ്പം അഗ്നി, ചൂട്, അഗ്നി അതവിടെ ഒരു ഊർജം അവിടെ പ്രയോഗിക്കുമ്പോഴാണ് അത് കത്തിയിട്ട് അപ്പം അവിടെ ഒരു പ്രേരക ശക്തി വരുന്നുണ്ട്, ഈ ഊർജം. അപ്പം സയൻസ് പ്രേരിപ്പിക്കുന്നുണ്ട് കാർബണിയും ഓക്സിജനെയും കമ്പൈൻ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ചെയ്യാൻ സയൻസ് പ്രേരിപ്പിക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ബലവും പ്രയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ബലം പ്രയോഗിക്കേണ്ടി വരുന്നത്? ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ പ്രകാരം, സത്വഗുണപ്രകാരം ഒരു വസ്തുവിന് അതിൻ്റെ നിലയിൽ നിൽക്കാനാണ് ടെൻഡൻസി. കാർബണായിട്ട് ഓക്സിജനായിട്ട് നിൽക്കാനാണ് ടെൻഡൻസി. പക്ഷെ അതിനെ ചേർക്കണ്ടിക്കിൽ നമ്മളൊരു എക്സ്റ്റേണൽ ബലം പ്രയോഗിക്കണം. ആ ഊർജമാണ്, അഗ്നിയാണ് അവിടെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അഗ്നി ചെല്ലുമ്പോൾ ഈ സയൻസ് തത്വപ്രകാരം അതിനെ ചേർന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആക്കാനുള്ള ഒരു പ്രേരക ശക്തി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രേരക ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പം ഇന്ദ്രൻ അവിടെ പ്രേരിപ്പിക്കുന്ന എപ്പോഴാണ്? അവിടെ ഒരു ശാസ്ത്ര തത്വമാണ്. അതായത് കാർബണും ഓക്സിജനും കൂടി ചേർന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്ന ഒരു ശാസ്ത്ര തത്വമുണ്ട്. അതിനവിടെ അഗ്നി എന്നത് പ്രയോഗിക്കണം, കത്തിക്കണം. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലേ ഇന്ദ്രൻ അതിനെ പിന്നെ കാർബണെയല്ല ഓക്സിജനെയും ചേർത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് പ്രേരിപ്പിക്കും. അപ്പം അങ്ങനെ ഒരു പ്രേരിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. ഒരു പ്രേരക ശക്തി തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു നമുക്കൊരു പാചകം അറിയില്ല. പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പായസം ഉണ്ടാക്കണമെന്ന് വെച്ചോളൂ. അതിനുള്ള സാധനങ്ങളെല്ലാം റെഡിയാണ്, പക്ഷെ പായസമാവില്ല. പായസം ആണെങ്കിൽ നമ്മളതിൻ്റെ അകത്ത് ഇടപെടണം. അപ്പോൾ ഇടപെടുന്ന ഒരു പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി വേണം. നമ്മൾ മാത്രം പോരാ, അവിടെ പ്രേരിപ്പിക്കുന്ന വേറൊരു ഘടകം കൂടിയുണ്ട്. ആ പായസം ഉണ്ടാക്കേണ്ട ഒരു പാചക കുറിപ്പ് അവിടെ ഉണ്ടാവും. ആ കുറിപ്പ് മനസ്സിലുണ്ടാവും. ഇങ്ങനെയാണ് പായസം ആദ്യം ഇങ്ങനെ ചെയ്യണം, വെള്ളം ചൂടാക്കണം, അല്ലെങ്കിൽ തേങ്ങ പിഴിയണം. ഇതെല്ലാം മനസ്സിലാ ഒരു പ്രേരിപ്പിക്കുന്ന ഒരു പാചകക്കുറിപ്പുണ്ട്. അതിനാണ് സയൻസ് എന്ന് പറയുന്നത്. ആ സയൻസ് നമ്മളെ പ്രേരിപ്പിക്കും ഓരോ സമയത്ത് ഇന്ന് ചെയ്യുന്നുള്ളത്. അതനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ പ്രേരക ശക്തി ഇതിലെ ഒരു വീടിനെ സംബന്ധിച്ചിടത്താണെങ്കിൽ പ്രേരിപ്പിക്കുന്ന ഒരു പ്ലാൻ അവിടെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഒരു സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. അതേസമയം ഒരു പ്ലാനും ഉണ്ട്.
ഇങ്ങനെയെല്ലാം ചെയ്യണം, സമയത്തിനനുസരിച്ച് ഇങ്ങനെ ചെയ്യണം എന്നുള്ള സമയത്തിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്ലാനും കൂടി അവിടെയുണ്ട്. ഇതെല്ലാമാണ് അവിടെ ഒരു പ്രേരക ശക്തിയായിട്ട് ആക്ട് ചെയ്തിട്ട് അത് നടപ്പാക്കുന്നത്. അപ്പോൾ ശരിയായ ശാസ്ത്രതത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് പ്രേരിപ്പിക്കും, അങ്ങനെ സംഭവം നടക്കുകയുള്ളൂ. ആ പ്രേരിപ്പിക്കുന്ന ശക്തിയെ, അത് ആ പ്രവർത്തനങ്ങളെ ഏകീകരിക്കുന്ന ആ ശക്തിയെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. ആ നിലയിൽ അതിനെ മനസ്സിലാക്കിക്കൊണ്ട്, അതായത് ഒരു ഡീപ്പ് അകത്തേക്ക് പോയിക്കൊണ്ടുള്ള ഒരു കാര്യമാണിത്. ആധുനിക സയൻസിൽ അങ്ങനെ നമ്മൾ പോകുന്നില്ല, സയൻസ് പഠിക്കും അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് കുറേ പ്രേരക ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കർമ്മത്തിൻ്റെ അടുത്തും പ്രവർത്തിപ്പിക്കുന്ന ആ പ്രേരക ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒന്നാമത്തെ മന്ത്രത്തിലേക്ക് കടക്കാം. ഋഗ്വേദം മണ്ഡലം 1 അനുഭാഗം 2 സൂക്തം 5. ഋഷി മധു ഛന്ദസ്, ദേവത ഇന്ദ്രൻ, ഛന്ദസ് ഗായത്രി. ആത്യേതാ നിഷീദേന്ദ്രം അഭിപ്രഗായതാം സഹായ സ്തോമവാഹസഹാം. ഇന്ദ്രനെ സ്തുതിക്കുന്ന മിത്രങ്ങൾ ഇവിടെ വന്ന് ഇന്ദ്രന്റെ ഗുണഗണങ്ങളെ പാടിപ്പുകഴ്ത്തുന്നു. ഇവിടെ ഇന്ദ്രന്റെ ഗുണഗണങ്ങളെ പാടിപ്പുകഴ്ത്താൻ പറയുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രേരക ശക്തി അവിടെയുണ്ട്. ആ പ്രേരക ശക്തിയെ തൃപ്തിപ്പെടുത്തിയാൽ നമുക്ക് എന്തും സാധിപ്പിച്ചെടുക്കാൻ നമുക്ക് പറ്റും. ഇന്ദ്രൻ വിചാരിച്ചാൽ എന്തും നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഇന്ദ്രനെ തൃപ്തിപ്പെടുത്തണം, ഇന്ദ്രനെ പറ്റി മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു പ്രേരക ശക്തി ഉണ്ട്. ആ പ്രേരക ശക്തിക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അതിന് വേണ്ട സാധനങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഭക്ഷണം എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കി തരും. അപ്പം അങ്ങനെയുള്ളൊരു ഇന്ദ്രൻ്റെ പറ്റി ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു വ്യവസായം തുടങ്ങാനെങ്കിലും ഒരു ആശുപത്രി തുടങ്ങാനാണെങ്കിലും ഡോക്ടർ ഉണ്ടായത് കൊണ്ട് മാത്രമായില്ല, അവിടെ ഒരു മാനേജ്മെൻറ്റ് ഫങ്ഷൻ ഉണ്ട്. ആ മാനേജ്മെൻറ്റ് ഫങ്ഷനാണ് എല്ലാം ഏകോപിപ്പിക്കുന്നത്. അവിടെ ഡോക്ടർ വന്ന് അതിൻ്റെ കർമ്മം ചെയ്യുന്നത്. അപ്പോൾ സയൻസ് മാത്രം പോരാ, മാനേജ്മെൻറ്റ് വേണം. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിനെല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷം. ഇപ്പം ഏതൊരു കർമ്മവും നമ്മൾ നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഒരു കറിയെല്ലാം വെക്കുമ്പോൾ ആ പാത്രത്തിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് കുറേ കെമിസ്ട്രിയും ശാസ്ത്രങ്ങളും ഫിസിക്സും എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അതിൽ നിന്നൊരു പ്രേരക ശക്തി വരുന്നുണ്ട്. ആ പ്രേരക ശക്തിയെ ശരിക്കും മനസ്സിലാക്കണം. എന്താണ് ഇതിനെ പ്രേരിപ്പിക്കുക? നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളെ മറ്റേതാക്കി മാറ്റാൻ എന്തെല്ലാം നമ്മൾ ചെയ്യണം, എന്തെല്ലാം കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം, എങ്കിൽ മാത്രമേ ആ പ്രേരക ശക്തിയെ അതിനെ മാറ്റുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ആ ഇതിനെ പറ്റിയുള്ള ശരിയായ ശാസ്ത്രബോധവും സയൻസും മനസ്സിലാക്കിയാലേ ആ സയൻസിൽ നിന്നൊരു പ്രേരക ശക്തി. അപ്പോൾ ആ ഇന്ദ്രനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ആ സയൻസെല്ലാം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇന്ദ്രൻ സാറ്റിസ്ഫൈ ആയിട്ടാവുകയുള്ളൂ. അപ്പം അങ്ങനെ ഒരു പ്രേരക ശക്തി ഉണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കണമെന്ന് എന്ന് പറയുകയാണ്. അതായത് ഒരു കർമ്മത്തിൻ്റെ അടിസ്ഥാനപരമായ ശാസ്ത്ര തത്വങ്ങൾ, ആ ശാസ്ത്രതത്വം ഒക്കുമ്പോഴാണ് അതിൽ നിന്നൊരു ശക്തി വന്നിട്ട് ആ മാറ്റങ്ങൾ വരുത്തുന്നത്. ആ ഇന്ദ്രൻ്റെ ഗുണഗണങ്ങളെ പാടിപ്പുകഴ്ത്തുക എന്ന് പറയുകയാണ്. അതായത് ഇന്ദ്രനെ ആദ്യം മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ മന്ത്രത്തിലേക്ക്. ഋഗ്വേദം മണ്ഡലം 1 അനുഭാഗം 2 സൂക്തം 5-2. പുരൂതമം പുരൂണാം ഈശാനം വാര്യാണം ഇന്ദ്രം സോമേ സചാസുതേ. എല്ലാവരും ഒന്നിച്ചു ചേർന്ന് സോമം തയ്യാറാക്കി ഇന്ദ്രനെ സ്തുതിക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട പറയുകയാണ്, എല്ലാവരും കൂടിയിട്ട് സോമം തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സംഗതി ഉണ്ടാക്കാൻ പോകുമ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളെ ഇൻപുട്ട് എന്ന് പറയും. നമ്മുടെ മാനേജ്മെൻറ്റിൽ ഇൻപുട്ട് എന്ന് പറയും. ആ ഇൻപുട്ടുകളെല്ലാം തയ്യാറാക്കി വെക്കണം. അതിനാണ് സോമം എന്ന് പറയുന്നത്. ഒരു സാമ്പാർ ഉണ്ടാക്കുമ്പോൾ സാമ്പാറിന് വേണ്ട എല്ലാ സാധനങ്ങളും തയ്യാറാക്കി വെക്കണം ശരിയായ അളവിൽ. അതിനെ തയ്യാറാക്കിയിട്ട് ഇന്ദ്രനെ സ്തുതിക്കണം. ഇന്ദ്രനെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇന്ദ്രൻ അതിനെ സാമ്പാറാക്കുക.
ഈ വസ്തുക്കളെല്ലാം കൊണ്ടുപോയിട്ട് അങ്ങ് തള്ളിക്കൊടുത്താൽ പോലെ ഇന്ദ്രനെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ദ്രനെ ശരിക്കും മനസ്സിലാക്കിയിട്ട് കൊടുത്താലേ ഇന്ദ്രൻ അതിനെ സാമ്പാറാക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളാതി ചൂടാക്കേണ്ടിയാൾക്ക് വെള്ളം ചൂടാക്കണം, അതിനകത്ത് പരിപ്പാതി ഇടണമെങ്കിൽ പരിപ്പിടണം, വെണ്ടയ്ക്കയിൽ എപ്പോൾ ഇടണം എന്നുള്ള അതിനൊരു സമയക്രമമുണ്ട്. ആ സമയക്രമം അനുസരിച്ച് ഇന്ദ്രനെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ അതിൻ്റെ അകത്ത് കൊടുത്തു കഴിയണം. അതാണ് ഇന്ദ്രനെ സ്തുതിക്കൊണ്ട്. ഇന്ദ്രനാണ് സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ എങ്ങനെയാണ് അത് ചെയ്യുക അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിലേക്ക് നിക്ഷേപിക്കണം, ഇന്ദ്രന് കൊടുക്കണം. ഇനി അടുത്ത സൂക്തം, അടുത്ത മന്ത്രം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 5-3. സഖാനോ യോഗ ആഭുവത് സരായേസ പുരന്ധ്യാം ഗമദ്വാജേഭിരാസനഃ. വിഭിന്ന ശക്തികളോടുകൂടിയ ഇന്ദ്രൻ നമുക്ക് ആവശ്യത്തിനുള്ള ധനവും സൽബുദ്ധിയും നൽകി നമ്മെ സഹായിക്കുന്നു. അപ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്യാകുമ്പോൾ ഇന്ദ്രനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ദ്രൻ നമുക്ക് എന്ത് ചെയ്യും? ശരിയായ ബുദ്ധി തരും. അതായത് അത് എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കേണ്ടത് എന്നുള്ള, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ ഒരു ഐസിയാക്കി മാറ്റേണ്ടത് എന്നുള്ള കാര്യത്തെപ്പറ്റി, എങ്ങനെയാണ് ഏത് സാഹചര്യത്തിലേ അത് അതാവുള്ളൂ എന്ന് ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ദ്രൻ നമുക്കെന്ത് തരും? ബുദ്ധി തരും. നീ ഇങ്ങനെയെല്ലാം ചെയ്യും. ഇന്ദ്രനാണ് നമുക്ക് നമ്മളെ ബുദ്ധിയെ പ്രവർത്തിക്കും. നമ്മളെ ബുദ്ധിയിലും തലച്ചോറിലും ചില രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തിക്കുന്ന അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. സാമ്പാർ വെക്കണ്ടെങ്കിൽ ഓരോന്നും ഇന്ന, അതുകൊണ്ട് എല്ലാവരും സാമ്പാർ ഉണ്ടാക്കിയാലും ഒരുപോലെ ഇരിക്കില്ല. കാരണം ആ ബുദ്ധിയിൽ ശരിക്കും മനസ്സിലാക്കണം, ഇന്ന സമയം ഇന്ന സമയത്ത് ഇന്നതിടണം, ഇന്ന അളവിലിടണം എന്നെല്ലാം ബുദ്ധി പറഞ്ഞു തരും. അപ്പം എങ്ങനെ കൊടുത്താലാണ് ഇന്ദ്രൻ നല്ല സാമ്പാറാക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് ബുദ്ധി ഉപയോഗിക്കണം. അപ്പം ബുദ്ധി നമുക്ക് തരും. ആ ഇന്ദ്രനെ മനസ്സിലാക്കാൻ എങ്ങനെ കൊടുത്താലും നമുക്ക് നല്ലൊരു സാധനം കിട്ടും, പ്രൊഡക്റ്റ് കിട്ടുമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ബുദ്ധിയിൽ ആദ്യം ഇന്ദ്രൻ നമുക്ക് പറഞ്ഞു തരും, ഇങ്ങനെയല്ലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന പ്രൊഡക്റ്റ് നല്ല ഭംഗിയായിട്ട് കിട്ടും. അപ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്യും? ബുദ്ധിയും തരും, ധനവും തരും. അതിലൂടെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നല്ല പ്രൊഡക്റ്റായിരിക്കും. ഒരു ഹോട്ടലാണെങ്കിൽ നമ്മളെ സാമ്പാറാണെങ്കിൽ ആ സാമ്പാർ മതി. ആൾക്കാർ പറയും അവിടെ ആ ഉണ്ട സാമ്പാർ കിട്ടിയാൽ മതി, എനിക്ക് ചോറ് ഞാൻ കഴിച്ചോളൂ എന്ന് പറയും. അപ്പം നല്ല ധനവും കിട്ടും. ഇനി ഇന്ദ്രനെ മനസ്സിലാക്കിയിട്ട്, അപ്പോൾ ഇന്ദ്രൻ നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഇന്ദ്രൻ നമുക്ക് ബുദ്ധിയും തരും, ശരിയായ നിലയിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. എല്ലാത്തിലും കയറിയിട്ട് ഒരു ഇന്ദ്രനുണ്ട്, പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി. നമ്മളിലും ആ ചിന്ത വരണം, എങ്ങനെയാണിത് നല്ല നിലയിൽ അത് ഉണ്ടാക്കേണ്ടത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അങ്ങനെ എന്നിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം. കാരണം ഇന്ദ്രൻ തൻ്റെ വിവിധ ശക്തികളോടുകൂടി നമ്മളെ സഹായിക്കും. പലതരത്തിൽ ഇന്ദ്രനെ സഹായിക്കാൻ പറ്റും. ഇന്ദ്രന് പല ശക്തികളുണ്ട്. പക്ഷെ അതിനെ കണ്ടറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള സാമ്പാർ നമുക്ക് കിട്ടും. അപ്പം ഞാനൊരു തരത്തിൽ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഇന്ദ്രൻ വാടിയുണ്ട്, അടുത്ത വീട്ടിൽ ഒരാൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അവിടെ ഇന്ദ്രനുണ്ട്. രണ്ടിടത്തും സാമ്പാർ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ എൻ്റെ സാമ്പാർ ചിലപ്പോൾ വായിക്ക് വെക്കാൻ പറ്റില്ല. പക്ഷെ അടുത്ത വീട്ടിൽ ഉണ്ടാക്കുന്നവർ അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതെന്തുകൊണ്ടാണ്? നമ്മൾ കൊടുക്കുന്ന അനുസരിച്ച് ഇന്ദ്രൻ സാമ്പാർ ഉണ്ടാക്കി. ഇന്ദ്രൻ ഏത് തരത്തിൽ ഉണ്ടാക്കാനുള്ള കഴിവുള്ളൂ. ഭംഗിയായിട്ട് ഉണ്ടാക്കും, മോശമായിട്ട്. അതെന്തിനെ ആശ്രയിച്ചിരിക്കുന്നത്? നമ്മൾ ഇന്ദ്രനെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ബുദ്ധി ഉപയോഗിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ദ്രൻ അത്രയും സുന്ദരമായ സാധനങ്ങൾ ഉണ്ടാക്കാൻ ഇന്ദ്രന് കഴിയും. അപ്പം ഇന്ദ്രൻ്റെ കഴിവ് ഭയങ്കരമാണ്. വ്യത്യസ്ത തരം കർമ്മങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനാണ് ഇന്ദ്രൻ. പക്ഷെ അതിനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അത്തരത്തിൽ കർമ്മം ചെയ്യണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമ്പോഴും ശാസ്ത്രീയമായി ചെയ്തു കഴിഞ്ഞാൽ അവിടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നിട്ട് നമുക്ക് നല്ല പ്രൊഡക്റ്റ്, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കിട്ടും. ഇനി 4ാമത്തെ സൂക്തത്തിലേക്ക് പോകാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 5-4. യസ്യ സംസ്ഥേന ബൃണ്വതേ ഹരിസമത്സു ശത്രവഃ തസ്മാ ഇന്ദ്രായ ഗായതഃ. അശ്വബദ്ധമായ രഥമുള്ള ഇന്ദ്രനെ
എല്ലാവരും ഗാനം ചെയ്യുവിൻ. ആരുടെ അശ്വത്തോടു കൂടിയ രഥത്തിനെ തടുക്കാൻ ആർക്കും, ഇന്ദ്രന്റെ അശ്വത്വത്തോട്, ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ബലവാനാണ്, ശക്തിവാനാണ്. അതിൻ്റെ ശക്തിയെ തടുക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറയുകയാണ്. നമുക്കറിയാലോ, ഒരു ചോറെടുത്തിട്ട് സാധാരണ അരി എടുത്ത് കടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തിന്നാനും പറ്റില്ല, വയറിൽ കേടുപോകും. പക്ഷെ അതിൻ്റെ അകത്ത്, കാരണം അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഇന്റേണൽ സ്ട്രക്ചർ. ഇന്ദ്രൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഇട്ടിട്ട് കുറച്ച് അഗ്നിയും കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ അതിൻ്റെ അകത്ത് കയറിയിട്ട് ആറ്റങ്ങളെ മുഴുവൻ പൊട്ടിച്ച് നല്ല സോഫ്റ്റാക്കി തരും. നമുക്കത് പറ്റില്ല, ഇന്ദ്രൻ വിചാരിച്ചാൽ പറ്റും. അപ്പോൾ എന്ത് പറയുകയാണ്, ഇന്ദ്രൻ്റെ അശ്വബന്ധമായ രഥത്തിന്, ആദ്യ രഥത്തിൽ കയറി, രഥം എന്ന് പറഞ്ഞാൽ അത്രയും വേഗത്തിൽ അശ്വം കുതിരശക്തി ഉപയോഗിച്ചുകൊണ്ട്, അശ്വം എന്ന് പറയുമ്പോൾ കുതിരശക്തി ബലമായിട്ട് നമ്മൾ ചിന്തിക്കണം. ബലം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും, എല്ലാ തടസ്സങ്ങളെയെല്ലാം അടിച്ച് മാറ്റിയിട്ട് എന്ത് ചെയ്യും, ശത്രുക്കളെ ആ ഇന്ദ്രൻ്റെ മുമ്പിൽ ആർക്കും തടുത്ത് നിൽക്കാൻ പറ്റില്ല. കാരണം ഇന്ദ്രൻ അവിടെ പോയിട്ട് അതിനെല്ലാം പൊളിച്ച് ശരിയാക്കാം. നമ്മളെ കൊണ്ടത് പറ്റില്ല പദം വരുത്താൻ, പക്ഷെ ഇന്ദ്രൻ അത് കഴിയും. പക്ഷെ അതിന് വേണ്ട തരത്തിൽ കൊടുത്താൽ മതി. അപ്പം അതിൻ്റെ രഥത്തെ ആർക്കും തടുക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് കാര്യങ്ങളും നമുക്ക് സാധിപ്പിച്ചെടുക്കാം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ, ശാസ്ത്രീയമായിട്ട് ചെയ്യുമ്പോൾ ഇന്ദ്രൻ അത് ശരിയാക്കി തരും. ആ ഇന്ദ്രൻ്റെ ഗീതം ഗാനം ചെയ്യുന്നത്, അങ്ങനെയുള്ള ഇന്ദ്രനെ നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തെ പറ്റി ശരിക്കും നമുക്ക് മനസ്സിലായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു പാചകത്തെ പറ്റി തന്നെയാണെങ്കിൽ പാചകക്രമത്തെ പറ്റി നമുക്ക് എന്തൊരു സാധനം ഉണ്ടാക്കേണ്ടത് അതിനെപ്പറ്റി നല്ല ജ്ഞാനമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ബലം ഉത്ഭവിക്കും. ആ ശാസ്ത്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബലമായിരിക്കാം. അതിനെ ഏകോപിപ്പിക്കുന്ന ചില ശക്തികളുണ്ട്. ആ ശക്തികൾ എന്ത് ചെയ്യും, നമുക്കതിനെ നമ്മൾ ഉദ്ദേശിച്ച തരത്തിൽ മാറ്റി. ഇനി 5ാമത്തെ മന്ത്രത്തിലേക്ക് പോകാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 5-5. സുതപാവ്നേ സുതായിമേ ശുചയോ യന്തി വീതയേ സോമാസോ ദധ്യാശിരഹാം. സോമപാനിയായ ഇന്ദ്രന് പാനം ചെയ്യാൻ സോമരസം ലഭ്യമാണ്. ഇവിടെ ഈ സോമം എന്ന് പറയുന്നത് നമ്മൾ ഈ കൊടുക്കുന്ന വസ്തു ഇന്ദ്രന് പാനം ചെയ്യാനുള്ളതാണ്. ഇന്ദ്രനാണ് ഇത് എടുക്കുന്നത്. ഏതുപോലെ എന്നാൽ ഇന്ദ്രനാണല്ലോ ഇതിനെയല്ല ഏകോപിപ്പിക്കുന്നത്. അതെടുത്തിട്ട് ഇന്ദ്രന് നമുക്ക് തരുന്നത് ചോറാണ്, കൊടുക്കുന്നത് വേറെ അരിയും മറ്റേ വെള്ളമെല്ലാണെങ്കിലും നമുക്ക് കിട്ടുന്ന ചോറാണ്. ഈ സാധനമായിട്ട് ഒരു ബന്ധവുമില്ല, വ്യത്യസ്തമാണ്. മണ്ണെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഐസി ചിപ്പായിട്ട് കിട്ടും. അപ്പുറം അതെല്ലാം വേറെ സാധനങ്ങളാണ്. ഏതുപോലെ എന്നാൽ നമ്മളൊരു മേസ്ത്രിക്കോ എൻജിനീയർക്കോ ആൾക്കാരെയും വിട്ടുകൊടുക്കും, പണവും കൊടുക്കും, കല്ലും കൊടുക്കും, മണ്ണും എല്ലാം കൊടുത്ത് പ്ലാനും കൊടുത്തു കഴിഞ്ഞാൽ അങ്ങേരെ അത് നമുക്ക് അതെല്ലാം അങ്ങേരെ എടുക്കുന്നത്. എന്നിട്ട് അങ്ങേരെ നമുക്ക് തരുന്ന എന്താണ്, വീടാണ്. കാരണം അങ്ങേരാണ് ഇതിനെയെല്ലാം ഏകോപിപ്പിക്കുന്നത്. നമ്മൾ മേസ്ത്രിക്കാണ് കൊടുത്ത സാധനമൊന്നുമല്ല നമുക്ക് തിരിച്ചു തരുന്നത്. നമുക്ക് തിരിച്ചിടുന്നത് വീടായിരിക്കും. അതുപോലെ ഇവിടെ ഏകോപിപ്പിക്കുന്ന മേസ്ത്രിക്ക് സമാനമായിട്ട് ഇവിടെ ഒരു ബലമുണ്ട്. അതിനെ ഇന്ദ്രനായിട്ട് ചിന്തിച്ചാൽ മതി. നമ്മളാ ഇന്ദ്രനാണ് കൊടുക്കുന്നത്. സോമല്ല. സോമം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഇന്ദ്രൻ തിന്നു പറയുകയാണ്. അത് ഒരു ഭംഗ്യം തരേണ അങ്ങനെ പറയുന്നതാണ്. ഇന്ദ്രൻ അതെടുക്കും. എന്നിട്ട് നമുക്ക് പ്രൊഡക്റ്റ് തരും. ഇനി 6ാമത്തെ മന്ത്രത്തിൽ ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 5-6. ത്വം സൂതസ്യ പീഡയേ സദ്യോ വൃദ്ധോ അജായത ഇന്ദ്രജ്യേഷ്ഠ്യായ സുക്രതോ. ഇന്ദ്രൻ സോമപാനം വഴി ഉന്നതനായി തീരുന്നു. ഇവിടെ പറയാണ് ഇന്ദ്രൻ ഈ സോമയെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ആകാംക്ഷയോടെ അതിൽ താല്പര്യത്തോടു കൂടി ഇരിക്കുകയാണെന്ന്. കാരണം നമ്മൾ എന്ത് കൊടുക്കുമ്പോഴും അത് എടുക്കാൻ വേണ്ടി അത് തയ്യാറായി നിൽക്കുക. അതിന് ക്ഷീണമൊന്നുമില്ല. മേശിമാർക്ക് അത്ര താല്പര്യം കാണില്ല. മേശിയോട് രാത്രി
വൈകുന്നേരം ആകുമ്പോഴും മേശ ഇന്ന് ആ സാധനം പിടിച്ച് തോന്നി ഇതൊന്ന് തീർത്തുക എന്ന് പറഞ്ഞാൽ അയ്യോ ഇന്ന് എന്നെ കൊണ്ട് വയ്യ, ഇന്ന് ഞാൻ തളർന്നിരിക്കുകയാണ്, ഇനി നാളെ ആട്ടുന്നത്. പക്ഷെ ഇന്ദ്രൻ അങ്ങനത്തെ ഒരു പരിപാടി നമ്മൾ ചെയ്യാൻ തയ്യാറായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇന്ദ്രൻ ഈ സോമം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കാത്തു നിൽക്കുകയാണ്. അതിന് സമയമില്ല, ഒന്നുമില്ല. നമ്മൾ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് സമയം പോയിട്ട് പാത്രത്തിൽ അരി ഇട്ടിട്ട് തയ്യാറാകുകയാണെങ്കിൽ ഇന്ദ്രൻ അവിടെ റെഡിയാണ് അത് ചോറാക്കി തരാം. അല്ല ഇന്ന് എന്നെ കൊണ്ട് വയ്യ, ഞാനിതെല്ലാം ആക്കിയിട്ട് നാളെ ആട്ടുന്നൊന്നും ഇന്ദ്രൻ പറയുന്നു. നമ്മൾക്കാണ് ക്ഷീണം, അതിന് ഒരു ക്ഷീണവുമില്ല. അത് ഏത് സമയം ലോകത്തിൽ സയൻസ് പ്രകാരം ഒന്ന് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അത് ചെയ്യാം, അത് ചെയ്യും. ഒരു ബോംബ് പൊട്ടണം എന്ന് വെച്ചാൽ ഏത് സമയം ബോംബ് പൊട്ടിച്ചു. അതുകൊണ്ട് ഇന്ദ്രൻ എപ്പോഴും അതിനുള്ള സോമം കിട്ടാൻ വേണ്ടിയിട്ട് നല്ല തയ്യാറായിട്ട് നിൽക്കുകയാണ്. അത്രയും ഏത് സമയം ഇങ്ങനെ ഒരു പ്രേരക ശക്തി പ്രപഞ്ചത്തിൽ എല്ലാ കർമ്മങ്ങളെയും നോക്കി നിയന്ത്രിച്ച് പോകുന്ന ഒരു പ്രേരക ശക്തി പ്രപഞ്ചത്തിലുണ്ട്. അത് ഏത് കർമ്മ എപ്പം ചെയ്യാനായിട്ട് റെസ്റ്റ് എടുക്കാതെ നിൽക്കുന്നുണ്ട്. അതാണിത്. അപ്പോൾ അത് സോമം കിട്ടാൻ എപ്പോഴും താല്പര്യമാണ്. ഇനി അടുത്ത സൂക്തത്തിലേക്ക്. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 5-7. ആത്വാ വിശ്വന്ത്വാശവ സോമാസ ഇന്ദ്ര ഗിർവണഃ സംതേ സന്തു പ്രചേതസേ. സോമരസം ഇന്ദ്രന്റെ ശരീരത്തിൽ രമിക്കുകയും പ്രസന്നത പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ജ്ഞാനികൾ ഇന്ദ്രന് സുഖകരമായി തീരുന്നു. ഇവിടെ പറയാണ് ഇന്ദ്രൻ ഈ കൊടുക്കുന്ന ഇന്ദ്രന്റെ ശരീരത്തിൽ രമിക്കട്ടെ. ഇന്ദ്രനാണത് എടുക്കുന്നത് അതിൻ്റെ ശരീരത്തിൽ. ഇപ്പം നമ്മൾ മേസ്ത്രിക്ക് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മേസ്ത്രിക്ക് കൊടുക്കുക, മേസ്ത്രി അത് എടുത്തിട്ട് നമുക്ക് വീട് തരും. കൊടുത്ത കല്ലും മണ്ണും പൈസയെല്ലാം മേസ്ത്രി എടുത്തിട്ട് വീട്ടിൽ തരും എന്ന് പറഞ്ഞാൽ ഭംഗ്യം തരാണ്. എന്ത് പറയുക, അതെല്ലാം മേസ്ത്രീൻ്റെ ശരീരത്തിലേക്ക് വയറ്റിലേക്ക് പോയി എന്നിട്ട് മേസ്ത്രി നമുക്ക് വീട് തന്നു എന്നുള്ള നിലയിൽ പറയുന്ന മാതിരി ഇവിടെ കണ്ടാൽ മതി. അതൊരു പ്രേരക ശക്തി മാത്രമാണ്, അല്ലാതെ അതതിൻ്റെ ശരീരത്തിലേക്ക് പോകുന്നൊന്നുമില്ല. ഇവിടെ ഭംഗ്യം തരാണ് പറയാണ്, ഇത് നിൻ്റെ ശരീരത്തിനെ എന്താക്കട്ടെ, നീ അത് ശരീരത്തിൽ നീ അത് എടുക്കുമ്പോൾ നിനക്ക് പ്രസന്നത തോന്നട്ടെ. അതായത് ഇന്ദ്രൻ തൃപ്തിയായാൽ മാത്രമേ കർമ്മം ചെയ്യുകയുള്ളൂ. അതുമാതിരി മേസ്ത്രിക്ക് തൃപ്തിയായാൽ കൊടുക്കേണ്ട എല്ലാ സാധനവും കൊടുത്ത് സിമെന്റ് മാത്രം കൊടുത്തിട്ടില്ലെങ്കിൽ മേസ്ത്രിക്ക് തൃപ്തിയാവില്ല, മേസ്ത്രി ചെയ്യൂല. അവർ ഇന്ദ്രന് പ്രസന്നത ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ എന്താണ് ഉദ്ദേശിച്ചത് അത്തരത്തിൽ കൊടുക്കണം. എങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് അവിടെ ഏത് കർമ്മത്തിലും ചെയ്യേണ്ടത് ശാസ്ത്രീയമായി ചെയ്യേണ്ട എല്ലാം കൃത്യമായി ചെയ്താലേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. ജ്ഞാനികൾ നിങ്ങൾക്ക് സുഖദായകരാക്കി. അപ്പം അതിന് ജ്ഞാനികൾക്കേ പറ്റുള്ളൂ. ജ്ഞാനികൾ നല്ല അറിവുള്ളവരാണെങ്കിൽ എന്തുണ്ടാക്കണ്ടെങ്കിലും അതിന് വേണ്ട സാധനങ്ങൾ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട പാത്രത്തിലെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രൊഡക്റ്റായിട്ട് മാറും. അവിടെ ഒരു പ്രേരക ശക്തി അതിന് ഉണ്ട്. അത് അതിനെല്ലാം എടുത്തിട്ട് പ്രൊഡക്റ്റാക്കി. ഇനി 8ാമത്തെ മന്ത്രം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 5-8. ത്വാം സ്തോമ ആവിവൃധൻ ത്വാമുക്ത്വാ ശതക്രതോ ത്വാം വർത്തന്തു നോഗിരഹാം. ഇന്ദ്രൻ സ്തോമത്താൽ എന്ന പോലെ സ്തോത്രമയങ്ങളായ വാണികൾ കൂടി പ്രതിഷ്ഠ പ്രാപിച്ച് വളരുന്നു. ഇവിടെ പറയണ ആയിരക്കണക്കിന് കർമ്മങ്ങൾ ചെയ്യുന്ന ഇന്ദ്രൻ. നമ്മൾ എന്ത് കർമ്മം ചെയ്യും, വീടുണ്ടാക്കിയാണ്, ചെടി നടുകയാണ്, ഏത് കർമ്മം ഉണ്ടെങ്കിൽ ഇന്ദ്രനാണ് എന്ത് കർമ്മവും ഇന്ദ്രൻ സാധിപ്പിച്ചെടുത്തുള്ളൂ. എവിടെയെല്ലാം ഒരു പ്രേരക ശക്തിയുണ്ട്. കാരണം ഞാനൊരു കർമ്മം ചെയ്യുമ്പോൾ അടുത്ത വീട്ടിലും വേറെ എന്തെല്ലോ ചെയ്യുന്നുണ്ട്, അവിടെയെല്ലാം ഇതേ പ്രേരക ശക്തിയുണ്ട്. ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഒരു പ്രേരക ശക്തിയാണിത്. സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയാണ്. അത് പ്രപഞ്ചത്തിൻ്റെ പ്ലാൻ അനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത്. അതെല്ലാം പരസ്പരം ലിങ്കായി കിടക്കുകയാണ്. ലോകം വിളിച്ച് കിടക്കുന്ന ഒരു ശക്തിയാണ്. നമ്മൾ ഏടെ കർമ്മം ചെയ്യുമ്പോൾ അവിടെ ഈ സംഗതി വരികയാണ് പ്രേരിപ്പിക്കുന്നതിന്. അത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് പ്രപഞ്ച രഹസ്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെയുള്ള ഇന്ദ്രനെ എന്തു പറയാണ് നമ്മൾ സ്ത്രോത്രമെന്ന വാണിയാൽ നിന്നെ സമീപിക്കുമ്പോൾ, അതായത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ സമീപിക്കുമ്പോൾ
നീ വളരും എന്നാണ് പറയുകയാണ്. നീ വളരെ ആക്റ്റീവാണ്, കർമ്മത്തിൽ വളർന്ന് പുതിയ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിത്തരും. വളരുക എന്ന് പറഞ്ഞാൽ അത് നല്ല ഉന്മേഷവാനായിട്ട് കാര്യങ്ങൾ സാധിപ്പിച്ചു തരും. നമ്മൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാണി അല്ലെങ്കിൽ സ്തോത്രങ്ങൾ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ ഇന്ദ്രനെ സമീപിച്ചു കഴിഞ്ഞാൽ, ഒരു കർമ്മം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞാൽ അതങ്ങ് വളരും. നമുക്ക് പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ അത് ഉണ്ടാക്കിത്തരും. അതാണ് പറയുന്നത്. ഇനി 9ാമത്തെ മന്ത്രം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 5-9. അക്ഷിതോദീസനേതിമം വാചമിന്ദ്ര സഹസ്രണം യസ്മിൻ വിശ്വാനി പൗംസ്യാം. ഏറ്റവും സാമർഥ്യമുള്ളവനും എല്ലാ ശക്തികളും ഉള്ളവനുമായ ഇന്ദ്രൻ ആയിരങ്ങളെ പാലിക്കാനുള്ള സാമർഥ്യം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഇവിടെ പറയുന്ന ഇന്ദ്രന്റെ സാമർഥ്യം ഒരിക്കലും കുറയുന്നില്ല. അതായത് ഈ ഇന്ദ്രൻ എന്ന പ്രതിഭാസം പണ്ട് പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ ആ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലും പ്രേരകമായിട്ട് നിന്നിട്ടുണ്ട്. ഇന്നും നമ്മളെന്തെങ്കിലും കർമ്മം ചെയ്യുകയാണെങ്കിൽ ഇന്നും അത് നമ്മളെ പിന്നിൽ പ്രേരക ശക്തിയായി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ശക്തിക്ക് ഒരു കുറവും അന്നും ഇന്നും വരില്ല. ഒരു മേസ്ത്രിയുടെ ശക്തി കുറഞ്ഞു പോകും. മേസ്ത്രി നല്ലൊരു മേസ്ത്രിയാണ്, വീടെല്ലാം വെക്കാൻ കഴിവുള്ളവരാണെങ്കിലും കുറേ വയസ്സായി എണീക്കാൻ പറ്റാതെ തപ്പിത്തടഞ്ഞു വന്ന് വീട് വെക്കാൻ അയാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കൊളാക്കി തരും. കാരണം അവിടെ മേസ്ത്രിയാണ് എല്ലാം ഏകോപിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരു പ്രായം കഴിയുമ്പോൾ അയാളെ കഴിയും. പക്ഷേ ഇന്ദ്രൻ എന്നൊരു ശക്തി പ്രപഞ്ചം ഉണ്ടാകുമ്പോൾ മുതൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ശക്തി ഒരിക്കലും കുറയുന്നില്ല, സാമർഥ്യം കുറയുന്നില്ല. ഇതിൽ നിന്നാണ് എല്ലാ ശക്തികളും ഉത്ഭവിക്കുന്നത് എന്ന് പറയുകയാണ്. ഇന്ദ്രൻ ഈ പ്രേരക ശക്തിയിൽ നിന്നാണ് എല്ലാം. നമുക്കറിയാലോ, ഒരു ബോംബിൻ്റെ അകത്ത് നമ്മൾ തീ കൊടുക്കുമ്പോൾ അവിടെ വലിയ രാസപ്രവർത്തനം നടത്തി പൊട്ടിത്തെറിക്കുന്നു. അതിൻ്റെ പിന്നിൽ സയൻസ് ഉണ്ട്. ആ സയൻസിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രേരക ശക്തിയാണ് അതിനെ പൊട്ടിത്തെറിച്ചിട്ട് വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ശക്തിക്കും സാമർഥ്യത്തിനും ഒന്നും ഒരു കുറവും ഒരു കാലത്തും വന്നിട്ടില്ല. ഈ ഇന്ദ്രൻ ആയിരങ്ങളെ പരിപാലിക്കുകയാണ്. അങ്ങനെ ഒരു പ്രേരക ശക്തി ഈ പ്രപഞ്ചത്തിൽ ഇപ്പം ഒരു സയൻസ് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചോറ് വെക്കുന്നത് അല്ലെങ്കിൽ സാമ്പാർ വെക്കുന്നത്. ഇതേ സയൻസ് തത്വം അനുസരിച്ച് എത്രയോ വീടുകളിൽ ഇന്ദ്രൻ അവിടെ പ്രേരക ശക്തിയായിട്ട് ആക്ട് ചെയ്യുകയാണ്. അവിടെ ആ സാമ്പാർ ഉണ്ടാക്കാനും അതേപോലെ നമ്മൾ ചിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ചൈനയിലുണ്ടാക്കും, റഷ്യയിലുണ്ടാക്കും, ഇന്ത്യയിലുണ്ടാക്കും, എവിടെയും ഉണ്ടാക്കും. അവിടെയെല്ലാം ഈ കൊടുക്കുന്ന മണ്ണിനെ ചിപ്പാക്കി മാറ്റുവാൻ ഇന്ദ്രൻ എന്ത് ചെയ്യാണ്? അവിടെ വർക്ക് ചെയ്ത് അതിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മണ്ണിനെ ചിപ്പായി മാറാൻ. എന്നിട്ട് എന്ത് പറയാണ്? നിന്റെ ആ സാമർഥ്യം എനിക്കും പ്രദാനം ചെയ്യണേ. അതായത് എൻ്റെ കർമ്മത്തിലും ലോകം മുഴുവൻ നീയാണ്, എല്ലാ കർമ്മത്തിൻ്റെ പിന്നിലും നീയുണ്ട്. ലോകത്തിൽ എല്ലായിടത്തും നീ ചിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഞാനും ഒരു ചിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്തും വന്നൊന്ന് സഹായിച്ച് തരണേ. അത് റെഡിയാണ്. പക്ഷേ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്താലേ ചെയ്തു തരുള്ളൂ. ഇനി 10ാമത്തെ മന്ത്രം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 5-10. മാനോമർത്ത അഭിദ്രുഹൻ തനൂനാം ഇന്ദ്രഗർവണഃ ഈശാനോ യവയാവധം. ഇന്ദ്രൻ എല്ലാ പ്രകാരത്തിലും ഞങ്ങളുടെ ശരീരങ്ങൾ ശത്രുക്കൾ ഹിംസിക്കാതിരിക്കാനും ആർക്കും ഞങ്ങളെ ഹിംസിക്കുവാൻ സാധിക്കാതിരിക്കാനും സഹായിക്കട്ടെ. പറയാണ് നമ്മളെ ശരീരത്തിൽ ഒരു ശത്രുക്കളും കടക്കാതിരിക്കട്ടെ. അപ്പം നമ്മളെ ശരീരത്തിൻ്റെ അകത്തുള്ള പ്രവർത്തനങ്ങളെ ഇന്ദ്രൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം നമ്മളെ ശരീരത്തിൽ ഒരു വൈറസുകളോ മറ്റോ കയറിയാണെങ്കിൽ ശരീരത്തിൻ്റെ അകത്ത് ആ വൈറസുകൾക്കെതിരായിട്ട് ചില രാസവസ്തുക്കൾ ഉണ്ടായിട്ട് അതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഒരു സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു രാസപ്രവർത്തനത്തിലൂടെ വൈറസുകളെ നമ്മൾ കഴിച്ച മരുന്ന് ആ ഒരു രാസപ്രവർത്തനത്തിലൂടെയാണ് അവിടെ ആ രോഗാണുക്കളെയെല്ലാം നശിപ്പിക്കുന്നത്. അവിടെയും ഇന്ദ്രനാണ് ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്. അത് ശരിയായ നിലയിൽ ഏകോപിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെ രോഗങ്ങളെല്ലാം മുക്തമാകും. അത് മാത്രമല്ല
നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു കർമ്മം ചെയ്യാനാണ്. പ്രപഞ്ചം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പുരോഗതി നമ്മളിലൂടെയാണ് നടക്കുകയാണ്, മനുഷ്യരിലൂടെ. അപ്പം നമ്മൾ ഓരോ സമയത്ത് പുരോഗതിക്ക് വേണ്ട ആളുകളെ സൃഷ്ടിച്ചിട്ട് അവരിലൂടെ കർമ്മം ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാം പിന്നിൽ ആരുണ്ട്? ഈ ഇന്ദ്രനുണ്ട്. പ്രപഞ്ച രഹസ്യം മുഴുവൻ ഇന്ദ്രൻ ആ പ്രേരക ശക്തിക്കറിയാം. അതായത് പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിൻ്റെ പിന്നിലൊരു പ്ലാനുണ്ട്. ആ പ്ലാനിൽ നിന്നൊരു പ്രേരക ശക്തി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വീടുണ്ടാക്കണ്ടെങ്കിൽ വീട്ടിനൊരു പ്ലാനുണ്ട്. ആ പ്ലാൻ അനുസരിച്ച് എഞ്ചിനീയറും എല്ലാവരും വർക്ക് ചെയ്യുള്ളൂ. അതിനനുസരിച്ചാണ് ആ പ്ലാൻ ഒരു പ്രേരക ശക്തി. അതുപോലെ പ്രപഞ്ച സൃഷ്ടിക്ക് ഒരു പ്ലാനുണ്ട്. ആ പ്ലാന് പ്രേരിപ്പിച്ചിട്ടാണ് ആ പ്ലാനിൻ്റെ പ്രേരണ ഇങ്ങനെ ഓരോ വർഷം കഴിയുന്തോറും ലോകം പുരോഗമിച്ച് പോകണം. അതിൽ വേണ്ട സമയത്ത് പ്രമോദനം ജനിപ്പിക്കണം, പ്രമോദനെ കൊണ്ട് ഇന്ന് ജയിപ്പിക്കണം. ഇങ്ങനെ ഒരു പ്ലാനുണ്ട്. അത് ആ പ്രേരക ശക്തി തന്നെയാണ് ഇന്ദ്രൻ. അപ്പം നമ്മളെ ജനിപ്പിക്കുന്നതിന് പിന്നിലും രണ്ട് ജീനുകൾ, പ്രത്യേക തരത്തിലുള്ള ജീനുകൾ കൂടിച്ചേരണ്ടെങ്കിൽ അതിലുള്ള എത്രയോ ബീജങ്ങളിൽ നിന്ന് വേണ്ടതിനെ സെലക്ട് ചെയ്തിട്ട് പ്രമോദിൻ്റെ സ്വഭാവമുള്ള ഒരു കക്ഷിയെ ജനിപ്പിക്കണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ബീജവും അണ്ടവും ചേർത്തുകൊണ്ട് ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ അടക്കം ഇന്ദ്രൻ കയറിയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അതിനെ ഏകോപിപ്പിക്കാൻ. കാരണം എത്രയോ ബീജങ്ങളുണ്ട്, ഏതെങ്കിലും നമ്മൾ ചേർക്കുകയല്ല ചെയ്യുന്നത്. ഒരു കാലത്തിന് ആ കാലത്തെ കർമ്മങ്ങൾ ചെയ്യാൻ ഏതൊരു തരത്തിലുള്ള വ്യക്തിയാണോ വേണ്ടത് അതിന് യോജിച്ച ബീജങ്ങളെ സെലക്ട് ചെയ്ത് യോജിപ്പിക്കുക അണ്ടവുമായിട്ട്. അങ്ങനെ ഒരു വലിയ പ്രക്രിയ, അത് പ്ലാൻ അനുസരിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു പ്രേരക ശക്തി അതിനെ വേണ്ടതിനെ യോജിപ്പിക്കുന്നുണ്ട്. ആ പ്രേരക ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും രണ്ട് കേരി ചേർന്നിട്ടുണ്ടായിട്ട് കുട്ടി ഉണ്ടാകുകയല്ല. സൃഷ്ടിക്കുന്നത്, മനുഷ്യരെ സൃഷ്ടിക്കുന്നത് ഓരോ കർമ്മം ചെയ്യാനാണ്. അതിനനുസരിച്ചിട്ടുള്ള ശരീരഘടനയും ബുദ്ധിയെ മാനസിക സ്ഥിതിയിലുള്ള ബീജങ്ങളെ അണ്ടങ്ങളെയും ചേർക്കണം, അണ്ടത്തെ ആയിട്ട് ചേർക്കണം. അവിടെ എല്ലാം ഒരു പ്രേരക ശക്തിയുണ്ട്. അത് പ്ലാൻ, പ്രപഞ്ചത്തിൻ്റെ പ്ലാൻ അനുസരിച്ച്, റിക്വയർമെൻ്റ് അനുസരിച്ച്. അതാണ് ഇന്ദ്രൻ. അപ്പോൾ എന്ത് പറയുന്നു? ഞങ്ങളുടെ ശരീരത്തിലെ ശത്രുക്കളെ ഹിംസിക്കാതിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മളെ ശരീരത്തിന് എന്തോ ദോഷം വരണോ വേണ്ടേ നല്ല പ്ലാനിലുണ്ട്. അതിനനുസരിച്ച് ഇന്ദ്രൻ നോക്കിക്കൊണ്ട് തന്നെയാണ് നമ്മളെ മുന്നോട്ടേക്ക്. നമ്മൾ ജീവിക്കണ്ടെങ്കിൽ നമ്മളെ രോഗമൊന്നും വന്ന് മരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ എല്ലാം കർമ്മങ്ങൾ ശരീരത്തിൽ നടക്കുന്നതിൻ്റെ എല്ലാം പിന്നിൽ ഈ പ്രേരക ശക്തിയുണ്ട്, ഇന്ദ്രനുണ്ട്. അതുകൊണ്ട് ആരെയും നമ്മളെ ഹിംസിക്കുവാൻ സാധിക്കാതിരിക്കട്ടെ. അപ്പോൾ എല്ലാ കാര്യങ്ങളുടെ പിന്നിലും അറിയുന്ന ആ ശക്തി വിശേഷത്തെ പ്രേരക ശക്തിയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അത് വെറും ഒരു സാമ്പാറിൽ ഒതുക്കുന്നതല്ല. പ്രപഞ്ച സൃഷ്ടി തുടങ്ങുമ്പോൾ മുതൽ ആ പ്ലാനിൽ എന്താണോ ഉള്ളത് ആ പ്ലാൻ അനുസരിച്ചാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടു പോകുന്നത്. ആ പ്ലാനിൽ നിന്ന് വരുന്ന പ്രേരക ശക്തിയാണ് പ്രപഞ്ചം മുഴുവൻ കർമ്മങ്ങളെ നിയന്ത്രിക്കുന്നത്. ആ പ്രേരക ശക്തിയാണ് ഇന്ദ്രൻ. അതുകൊണ്ട് നീ എല്ലാ പ്രകാരത്തിലും സമർത്ഥനാണ്. അങ്ങനെയുള്ളൊരു പ്രേരക ശക്തിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ദ്രൻ പ്രധാനപ്പെട്ട ഒരു ദേവതയായിട്ട് പറയുന്നത്. പ്രപഞ്ച സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. പ്രപഞ്ച സൃഷ്ടി സമയത്ത് പ്രപഞ്ചം ഇങ്ങനെ 4 ഘട്ടങ്ങളിലൂടെ ദൈവം ഒരു നല്ല ലോകം, ആദ്യം അതിന് മുമ്പിൽ ഒരു പ്രപഞ്ചം ഉണ്ടാക്കണം. എന്നിട്ട് അതിൽ മനുഷ്യരെ ഭൂമി ഉണ്ടാകണം. ഭൂമിയിൽ മനുഷ്യരെ സൃഷ്ടിച്ചിട്ട് ക്രമത്തിൽ ഇങ്ങനെ 4 ഘട്ടങ്ങളിലൂടെ നല്ലൊരു ലോകം ഉണ്ടാക്കണം. അതിന് മനുഷ്യരെ എല്ലാം ജനിപ്പിക്കണം. ഈ എല്ലാം ഒരു പ്ലാൻ അവിടെയുണ്ട്. അതിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. ആ പ്ലാനിൽ പറഞ്ഞ ക്രമത്തിൽ ഒരു പ്രേരക ശക്തി വന്നിട്ടാണ് ഇതിനെല്ലാം ഏകോപിപ്പിച്ചത്. ഈ ലോകം മുഴുവനുള്ള കർമ്മങ്ങളെ നിയന്ത്രിക്കുന്നത്. ആ കർമ്മത്തെ, ആ പ്രേരക ശക്തിയാണ് ഇന്ദ്രൻ. അത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് നമ്മളെ ജീവിക്കേണ്ടിക്ക് ഭക്ഷണം വേണം. അപ്പോൾ അത് പ്ലാൻ ചെയ്ത് ആ പ്ലാനിങ്ങിലുണ്ട്. നമ്മളൊരു ഫാക്ടറി തുടങ്ങുമ്പോൾ അവിടുത്തെ ജീവനക്കാർക്ക് ഭക്ഷണം കഴിക്കേണ്ട സംവിധാനം എല്ലാം അവിടെ ഉണ്ടാക്കി ആ പ്ലാനിലുണ്ടാവും. ഇന്ന സമയം ഭക്ഷണം കൊടുക്കണം, അതിന് അവിടെ ഒരു ക്യാൻറ്റീന് വേണം, ഇതെല്ലാം പറഞ്ഞിട്ട് എല്ലാ പ്ലാനിലുണ്ടെങ്കിലേ ആ ഫാക്ടറി കൊടുക്കുള്ളൂ. അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കിയാലേ പറ്റും. അതിന് വെണ്ടക്കയും ഇതെല്ലാം വേണം, പ്രകൃതിയിലുണ്ടാകണം. ഇതിനെല്ലാം ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് ഇന്ദ്രൻ. വലിയൊരു സംഗതിയാണ് ഇന്ദ്രൻ. അതുകൊണ്ടാണ് ഇത്രയും വലിയ
പ്രാധാന്യം വേദങ്ങൾ കൊടുത്തിരിക്കുക. അതിനെപ്പറ്റി മനസ്സിലാക്കണമെന്ന് പറയുകയും